UDF ഗവൺമെന്റിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വലിയ ഒരു കാര്യമായ ഇടപെടൽ തുടക്കത്തിൽ നടത്തുന്നില്ല. ഇപ്പോൾ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് N ഷംസുദ്ദീൻ അടക്കം വളരെ ന്യൂട്രലായ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ പല കാര്യങ്ങളിലും ലീഗുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ അല്ലെങ്കിൽ ലീഗിനോട് ചർച്ചകൾ ചെയ്യുന്നില്ല എന്നുള്ള ഒരു ചെറിയ അതൃപ്തി ഒരു വിഭാഗം ലീഗ് പ്രവർത്തകർക്കുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും ഒരു മുന്നണി സംവിധാനത്തിൽ എല്ലാ ഘടകകക്ഷികൾക്കും, പ്രത്യേകിച്ചും ലീഗിനെ പോലെ വളരെ ശക്തമായ ഒരു ഘടകകക്ഷിക്ക് നല്ലൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ ചർച്ചകൾ ചെയ്തു വേണം കാര്യങ്ങൾ തീരുമാനിക്കാനും നടപ്പിലാക്കാനും എന്നത് വേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അത് VD സതീശൻ അത്തരത്തിൽ ചെയ്യുന്നില്ല എന്ന് ഒരു വിഭാഗത്തിന്, അതായത് വളരെ ചെറിയ ഒരു വിഭാഗത്തിന് മാത്രമേ പരാതിയുള്ളൂ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവും PM ശ്രീയും അടക്കം ചർച്ച ചെയ്യാനുള്ള യോഗം വൈകുന്നു എന്നാണ് ആക്ഷേപം. കാരണം UDFൽ ചർച്ച ചെയ്ത തീരുമാനമെടുക്കും എന്നാണ് VD സതീശൻ എപ്പോഴും നിയമസഭയിൽ അടക്കം പറഞ്ഞത്, മാധ്യമങ്ങളോടും പറഞ്ഞത്. ആ ഒരു തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ ആ ചർച്ചയ്ക്കുള്ള ആ സമയം ക്രമീകരിക്കുന്നതിൽ വൈകുന്നു എന്നുള്ള ചെറിയ ഒരു അതൃപ്തി ലീഗ് ചൂണ്ടിക്കാട്ടിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിയമസഭയിൽ ധനബില്ല് പാസാക്കും മുൻപ് വിഷയം UDFൽ ചർച്ച ചെയ്യണമായിരുന്നു എന്നും സമുദായ സംഘടനകളുടെ അഭിപ്രായം കൂടി പരിഗണിക്കേണ്ടതായിരുന്നു എന്നും ലീഗിലെ ഒരു വിഭാഗം കാര്യങ്ങൾ ഉയർത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ നീക്കത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിലും കടുത്ത അതൃപ്തിയുണ്ട്. മദ്യനികുതി ധനബില്ലിൽ ഉൾപ്പെടുത്തിയത് വെല്ലുവിളിയാണെന്നാണ് വിലയിരുത്തൽ. പാർട്ടി വേദിയിൽ ചർച്ച ചെയ്യാത്ത തീരുമാനം എടുക്കുന്നത് വെല്ലുവിളിയാണെന്നും നേതാക്കൾ പറയുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ച് ബജറ്റിൽ പ്രഖ്യാപനം വന്നതോടെയാണ് ഈ വിവാദങ്ങൾക്കൊക്കെ തുടക്കമായത്. ഇതിനിടെ എതിർപ്പ് കണക്കിലെടുക്കാതെ നികുതി ധനബില്ലിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി 250% നിന്ന് 120% കുറച്ചുകൊണ്ടുള്ള നിർദ്ദേശമാണ് ധനബില്ലിൽ ഉൾപ്പെടുത്തിയത്. ധനബില്ലിന്റെ കരട് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു. ജൂലൈ 1 ധനബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കും. അതേസമയം വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ധനബില്ലിൽ ഉൾപ്പെടുത്തിയത് ആയുധമാക്കാൻ പ്രതിപക്ഷം തീരുമാനമെടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി ചില കമ്പനികൾക്ക് വഴങ്ങി എന്നുള്ള ഒരു ആക്ഷേപം നേരത്തെ തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഇതുപോലെ വിവാദമാകുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ സുപ്രധാനമായ വിഷയങ്ങൾ തീർച്ചയായിട്ടും UDFൽ ചർച്ച ചെയ്ത് പാർട്ടിയിൽ ചർച്ച ചെയ്തില്ലെങ്കിൽ പോലും അത് ആ മുന്നണിയിൽ ചർച്ച ചെയ്യേണ്ടതായിരുന്നു എന്ന ഒരു രാഷ്ട്രീയ അഭിപ്രായം ചില കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നുണ്ട്. സമുദായ സംഘടനകളോട് ചർച്ച ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സമുദായ സംഘടനകളൊന്നുമല്ല, SNDPയുമല്ല, NSSും സമസ്തയും ഒന്നുമല്ല ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇവിടെ തീരുമാനിക്കുന്നത് മുന്നണി സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാരാണ്. അവരോട് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ തന്നെ ഡിസ്കസ് ചെയ്ത് വിലയിരുത്തിയ ശേഷം അതിൻ്റെ ബാക്കി നടപടികളിലേക്ക് കടക്കുകയായിരിക്കും അഭികാമ്യം എന്ന ഒരു പൊതു അഭിപ്രായം ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്.